السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم توفنا مسلمين وألحقنا بالصالحين. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. നിസ്കാരത്തിൻ്റെ ഷർത്തുകളും നിസ്കാരത്തിൻ്റെ റുക്നുകളും അതുപോലെ നിസ്കാരത്തിൻ്റെ നിർബന്ധ കാര്യങ്ങൾ തുടങ്ങി നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ധാരാളം മസ്അലകളാണ്, കാര്യങ്ങളാണ് ഈ കിതാബിൽ ഷെയ്ഖ് റഹിമഹുല്ലാ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അതിനിടയിൽ നിസ്കാരത്തിൻ്റെ 9 ഷർത്തുകളിൽ ഒന്നായ വുളൂഉമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി വന്നത്. ആദ്യമായി വുളൂഇൻ്റെ ഷർത്തുകൾ മനസ്സിലാക്കി, അതുപോലെ വുളൂഇൻ്റെ ഫർളുകളും മനസ്സിലാക്കി. വുളൂഇൻ്റെ ഫർളുകൾ എത്രയാണ് നമ്മൾ പഠിച്ചത്? വ അമ്മാ ഫുറൂദുഹു ഫസിത്തത്തുൻ, 6 എണ്ണമാകുന്നു. ഏതൊക്കെയാണ് വുളൂഇൻ്റെ ഫർളുകൾ? 1, മുഖം കഴുകൽ, ഗസ്ലുൽ വജ്ഹ്. അതിൻ്റെ കൂടെ അതിൽപ്പെട്ടതാണ് അൽ മദ്മദത്തു വൽ ഇസ്തിൻഷാഖു, വായിൽ വെള്ളം കുപ്പിളിക്കലും മൂക്കിൽ കയറ്റി ചീറ്റലും. രണ്ടാമത്തേത് കൈകൾ മുട്ടുവരെ കഴുകലാണ്. 3, തല തടവൽ. തല എങ്ങനെ തടവണം? മസ്ഹു ജമീഇർ റഅസ്, തല മുഴുവനും തടവുക എന്നതാണ് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ആ തലയിൽപ്പെട്ടതാണ് വമിൻഹു അൽ ഉദുനാൻ, 2 ചെവികളും. 4മത്തേത് ഇരു കാലുകളും നെരിയാണി ഉൾപ്പെടെ കഴുകുക. 5 അത്തർത്തീബ്. തർത്തീബ് എന്നാൽ വഴിക്ക് വഴിയായി ചെയ്യുക. അള്ളാഹു ഖുർആനിൽ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ നമ്മൾ ചെയ്യണം. ആദ്യം മുഖം കഴുകാൻ പറഞ്ഞു, പിന്നീട് കൈകൾ പറഞ്ഞു, പിന്നീട് തല പറഞ്ഞു, പിന്നീട് കാലുകൾ പറഞ്ഞു. ഈ തർത്തീബിൽ തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ആ തർത്തീബ് ഒരാൾ തെറ്റിച്ചാൽ അയാളുടെ വുളൂ ശരിയാവുകയില്ല. തർത്തീബിന് ഷെയ്ഖ് റഹിമഹുല്ലാ പറഞ്ഞ തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്. ഇബ്ദഉ ബിമാ ബദഅ അല്ലാഹു ബിഹി. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്ന ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. സഅയിന്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, അള്ളാഹു ആരംഭിച്ചതിൽ നിന്ന് നിങ്ങൾ ആരംഭിക്കുക, അള്ളാഹു ആരംഭിച്ചതുകൊണ്ട് നിങ്ങൾ ആരംഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അള്ളാഹു എവിടെയാണ് ആരംഭിച്ചത്? ഇന്ന സഫ, സഫയിൽ നിന്നാണ് സഅയ് ആരംഭിക്കേണ്ടത് എന്നു പറഞ്ഞ ഹദീസാണ് ഷെയ്ഖ് റഹിമഹുല്ലാ വുളൂഇൻ്റെ വിഷയത്തിൽ തർത്തീബിന് തെളിവായി ഉദ്ധരിച്ചത്. അഥവാ വുളൂഇൻ്റെ തർത്തീബ് അള്ളാഹു ആരംഭിച്ചതുപോലെ ആരംഭിച്ച് റബ്ബ് അവസാനിപ്പിച്ചതുപോലെ അവസാനിപ്പിക്കണം. അതുപോലെ 6മത്തെ ഫർള് അൽ മുവാലാത്ത്. മുവാലാത്ത് എന്ന് പറഞ്ഞാൽ തുടരെ തുടരെ ചെയ്യണം. ഒന്ന് കഴിഞ്ഞ് ഒരു ഫർള് ചെയ്ത് കഴിഞ്ഞ് കുറേ സമയം വൈകിപ്പിക്കരുത്. അതിന് പണ്ഡിതന്മാർ സമയപരിധി പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് മനസ്സിലാവാൻ.
ഒരാൾ വുളു എടുക്കാൻ ആരംഭിച്ചു. അയാൾ മുഖം കഴുകുന്നതിനിടയിൽ ഒന്നല്ലെങ്കിൽ വെള്ളം തീർന്നു, അതല്ലെങ്കിൽ ആരെങ്കിലും വന്ന് സംസാരിക്കാൻ നിന്നു. അങ്ങനെ ആ വെള്ളം പ്രതീക്ഷിച്ചു നിന്നു, അതല്ലെങ്കിൽ ആളുകളുമായി സംസാരത്തിൽ മുഴുകിപ്പോയി. അങ്ങനെ ഈ കഴുകിയ മുഖം, അതിൻ്റെ വെള്ളം ഉണങ്ങിപ്പോവുകയാണെങ്കിൽ അയാൾ ആദ്യം മുതലേ വുളു എടുക്കണം. അതല്ല അതിൻ്റെ നനവ് അവിടെ ബാക്കിയുണ്ട്, ഏതാനും അല്പസമയം മാത്രമാണ് എങ്കിൽ ആ വുളു തുടരാവുന്നതാണ്. ഇങ്ങനെ തുടരെ തുടരെ ചെയ്യുക എന്നത് വുളുഇന്റെ ഫർളിൽ പെട്ടതാണ്. അൽ മുവാലാത്ത് എന്നതിന് പറയും. അതിന് ശൈഖ് റഹിമഹുല്ലാ തെളിവായി ഉദ്ധരിച്ചത് ഹദീസു സാഹിബിൽ ലുംഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വ്യക്തിയെ കാണുകയാണ്. അദ്ദേഹം വുളു ചെയ്തു. വുളു ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ പിൻഭാഗത്ത് ഒരു നാണയത്തിൻ്റെ വലിപ്പത്തിൽ വെള്ളം തട്ടിയില്ല. അവിടെ വെള്ളം തട്ടാതെ ഉണങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് മടക്കാൻ കൽപ്പിച്ചു, വീണ്ടും വുളു ചെയ്തു വരാൻ കൽപ്പിച്ചു. അതല്ലാതെ ആ കാലിൻ്റെ അടുത്ത് ഒരൽപ്പം വെള്ളം നനച്ച് കഴുകിയിട്ട് വരൂ എന്നല്ല പറഞ്ഞത്, മറിച്ച് വീണ്ടും വുളു ചെയ്തു വരാൻ പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ, വേറെയും ചില റിവായത്തിൽ നമുക്ക് കാണാം, അവിടുന്ന് പറഞ്ഞു വൈലുൻ ലിൽഅഖാബി മിനന്നാർ. വുളുഇന്റെ വെള്ളം തട്ടാത്ത കാലുകൾക്ക്, കാൽപാദങ്ങൾക്ക് നാശം, നരകം. ശക്തമായ താക്കീത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞതിൻ്റെ കൂടെ നൽകിയതായും നമുക്ക് കാണാം. ഇങ്ങനെ സഹോദരങ്ങളെ, ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. 6 ഫർളുകൾ നമ്മൾ ശ്രദ്ധിക്കണം. വുളുഇന്റെ ഷർത്തുകൾ ഓർമ്മയുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എത്രയാണ് വുളുഇന്റെ ഷർത്തുകൾ? വുളുഇന്റെ ഷർത്തുകൾ 10 10 നിസ്കാരത്തിന്റെ ഷർത്തുകളോ 9 എളുപ്പമാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ 9, വുളുഇന്റെ ഷർത്തുകൾ 10, വുളുഇന്റെ ഫർളുകൾ 6. ഇനി സഹോദരങ്ങളെ, ഈ പറഞ്ഞ 6 ഫർളുകളുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. തല തടവുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. തല തടവുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ എങ്ങനെയാണ് തല തടവേണ്ടത്? സ്ത്രീകൾ അവരുടെ മുടി മുഴുവനും തടവേണ്ടതുണ്ടോ? ഇല്ല. പുരുഷന്മാരെ പോലെ സാധാരണ നമ്മുടെ മുടിയുടെ പരിധി അതുവരെ അവർ തടവിയാൽ മതി. അവിടെ നിന്ന് താഴോട്ടിറങ്ങുന്ന മുടി തടവേണ്ടതില്ല. അത് തടവാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അതുമായി ബന്ധമില്ല. പുരുഷന്മാർ എങ്ങനെയാണോ തല തടവേണ്ടത് അങ്ങനെ തല തടവിയാൽ മതി. താഴ്ന്നു കിടക്കുന്ന, വീണ് കിടക്കുന്ന മുടിയെ സംബന്ധിച്ചിടത്തോളം അത് തടവേണ്ടതില്ല. അതുപോലെ സഹോദരങ്ങളെ, അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദർസിൽ കാലുകൾ കഴുകുക എന്ന് പറഞ്ഞു. കാലുകൾ തടവേണ്ട ചില സന്ദർഭമുണ്ട്. ഉദാഹരണത്തിന് ഖുഫ ധരിച്ചു കഴിഞ്ഞാൽ, ഖുഫ ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടതാണ് ആധുനിക സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോക്സ്, അതെല്ലാം അതിൽപ്പെടും. മുഖീമായ നാട്ടിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു പകലും ഒരു രാത്രിയും, അഥവാ ഒരു ദിവസം തഹാറത്തോടുകൂടി, ശുദ്ധിയോടുകൂടി ഈ പറഞ്ഞ ഖുഫ, സോക്സ്, ഷൂസ് അത് ധരിച്ചാൽ അതിൻ്റെ മുകളിൽ തടവാവുന്നതാണ്. യാത്രക്കാരനാണെങ്കിൽ 3 ദിവസങ്ങൾ അയാൾക്ക് തടവാവുന്നതാണ്. അതിന് 3 നിബന്ധനകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇത് ധരിക്കുന്ന സന്ദർഭത്തിൽ ആ വ്യക്തിക്ക് തഹാറത്തുണ്ടായിരിക്കണം. ഒരാൾ വുദു എടുത്തതിന് ശേഷം ഖുഫ ധരിക്കുകയാണെങ്കിൽ അയാൾക്ക് തടവാം. ഒരാൾ വുദു ഇല്ലാതെയാണ് ഖുഫ ധരിച്ചത്, സോക്സ് ധരിച്ചത്, എന്നിട്ട് പിന്നെ വുദു എടുക്കുന്ന സമയത്ത് തടവാൻ പറ്റുമോ? പാടുണ്ടോ? ഇല്ല. ഒരാൾ ശുദ്ധിയായി വുദു ചെയ്തു എന്നിട്ട് ഖുഫ ധരിച്ചാൽ അയാൾക്ക് തടവാവുന്നതാണ്. മുഖീമാണെങ്കിൽ 1 ദിവസം, യാത്രക്കാരനാണെങ്കിൽ 3 ദിവസം. രണ്ടാമത്തെ നിബന്ധന പണ്ഡിതന്മാർ പറഞ്ഞു, ചെറിയ അശുദ്ധി സംഭവിച്ചാൽ, ഒരാൾക്ക് ചെറിയ അശുദ്ധി സംഭവിച്ചു എന്നിട്ട് വുദു എടുക്കേണ്ടി വന്നു, അയാൾക്കാണ് ഖുഫയുടെ മുകളിൽ തടവൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഒരാൾക്ക് വലിയ ശുദ്ധി ഉണ്ടായി, ജനാബത്തുണ്ടായി എന്ന് വിചാരിക്കുക, അയാൾ ഖുഫയുടെ മുകളിൽ തടവാൻ പാടുണ്ടോ? ഇല്ല. അയാൾ അത് മുഴുവനും ഊരി മാറ്റി കുളിച്ച്
വീണ്ടും ശുദ്ധിയാവണം, എന്നിട്ട് ഖുഫ ധരിച്ചാൽ പിന്നെ അയാൾക്ക് തടവാം. ചെറിയ അശുദ്ധിയാണ് ഇവിടെ ബാധകം, വലിയ അശുദ്ധിക്ക് ഇത് ബാധകമല്ല. മൂന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞു, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇതിന് പരിധിയുണ്ട്. മുഖീമാണെങ്കിൽ, നാട്ടിലുള്ളയാളാണെങ്കിൽ 1 ദിവസം, അല്ലാത്ത യാത്രക്കാരനാണെങ്കിൽ 3 ദിവസങ്ങൾ തടവാവുന്നതാണ്. അതുപോലെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയം നമുക്ക് കാണാം. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ മോതിരം ധരിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഒരു സ്ത്രീ വള ധരിച്ചിട്ടുണ്ട്. വുദൂഇന്റെ സന്ദർഭത്തിൽ അത് ഊരി മാറ്റണോ, അതല്ല അത് നിലനിർത്തിക്കൊണ്ട് വുദൂ ചെയ്താൽ മതിയോ? എന്താണ് ഉത്തരം? ഊരി മാറ്റണോ? വേണ്ട. വേണോ? വേണോ? അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, വുദൂഇന്റെ വെള്ളം എത്താത്ത രൂപത്തിൽ ഇത് ടൈറ്റായി കിടക്കുകയാണെങ്കിൽ അത് ഒരൽപ്പം നീക്കണം, എന്നിട്ട് അവിടെ വെള്ളം എത്തണം. അത് വളയായാലും ശരി, ഏത് ആഭരണമായാലും ശരി. ഇനി സാധാരണഗതിയിൽ അങ്ങനെ ടൈറ്റില്ല, ലൂസാണ് എങ്കിൽ വുദൂ ചെയ്യുമ്പോൾ അവിടെ വെള്ളമെത്തും, അതുകൊണ്ട് പ്രയാസമില്ല, അത് ഊരി മാറ്റേണ്ടതില്ല. പണ്ഡിതന്മാർ ചർച്ച ചെയ്ത മറ്റൊരു മസ്അല നമുക്ക് കാണാം. ഒരാൾ പല്ലിന് ക്ലിപ്പിട്ടിട്ടുണ്ട്. അയാൾ വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോൾ ഈ പറഞ്ഞ സാധനം അയച്ചു വെക്കണോ, വേണോ? വേണ്ടതില്ല, വേണ്ടതില്ല. അയാൾക്ക് ആ രൂപത്തിൽ തന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കാവുന്നതാണ്. ഇത് സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മസ്അലകളായി പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇതുപോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതായി നമുക്ക് കാണാം. അതിൽ പലപ്പോഴും നമുക്ക് സംശയം തോന്നുന്ന, അതല്ലെങ്കിൽ ചിലപ്പോൾ അശ്രദ്ധമായി ഇതുപോലെയുള്ള മോതിരം, വളകൾ ടൈറ്റായി കിടക്കുന്ന ആളുകളുണ്ടാകും. ഒരുപക്ഷെ ഒരൽപ്പം അനക്കും, ഇങ്ങനെ പിടിച്ച് തിരിക്കും, പക്ഷെ വെള്ളം എത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് സാന്ദർഭികമായി ഈ പറഞ്ഞ കാര്യം സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഹിജാബിന് മുകളിൽ, തട്ടത്തിന് മുകളിൽ, അതല്ലെങ്കിൽ പുരുഷന്മാരുടെ തലപ്പാവിന് മുകളിൽ തല തടവുന്നതിന് പകരമായി തടവാൻ പാടുണ്ടോ? പണ്ഡിതന്മാർ പറഞ്ഞു, പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അഴിക്കാൻ പ്രയാസമുള്ള ഘട്ടത്തിലാണെങ്കിൽ, തട്ടം കൂട്ടിക്കെട്ടി അഴിക്കാൻ പ്രയാസമുള്ള സന്ദർഭത്തിലാണെങ്കിൽ തലയിൽ നിന്നൊരൽപ്പവും ബാക്കി ഈ പറഞ്ഞ ഹിജാബും തടവിയാൽ മതിയാവുന്നതാണ്. അതേപോലെ പുരുഷന്മാർ ശക്തമായി കെട്ടിയ തലപ്പാവാണെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ അവർക്കും തടവാവുന്നതാണ്. അതിന് പണ്ഡിതന്മാർ ഹംബലി മദ്ഹബ് പ്രകാരം, ഹംബലികളായ പണ്ഡിതന്മാർ ഒരു ഷർത്ത് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ തലപ്പാവട്ടെ തട്ടമാവട്ടെ ഖുഫയുടെ മസ്അലയിൽ പറഞ്ഞതുപോലെ തഹാറത്തിൽ ഉള്ളവരായിക്കൊണ്ട് ധരിക്കണം. മനസ്സിലായോ? വുദൂ ചെയ്തതിന് ശേഷം ശുദ്ധിയിലാണവർ. ശുദ്ധിയുള്ള സമയത്താണ് ഒരാൾ തലപ്പാവ് വലിച്ചു കെട്ടുന്നത് എങ്കിൽ ഖുഫ ചെയ്യുന്നത് പോലെ, തടവുന്നത് പോലെ മുഖീമാണെങ്കിൽ 1 ദിവസം തടവാം, മുസാഫിറാണെങ്കിൽ 3 ദിവസം തടവാം. അതേപോലെ തന്നെയാണ് സ്ത്രീയും. അവർ വുദൂ ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ രൂപത്തിൽ തട്ടം പിടിച്ചു കെട്ടി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുന്നത്, പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന് സങ്കല്പിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം നാട്ടിലുള്ള ആളാണെങ്കിൽ 1 ദിവസം ഈ പറഞ്ഞ രൂപത്തിൽ തടവാം, യാത്രക്കാരിയാണെങ്കിൽ 3 ദിവസം തടവാം. ഖുഫയുമായാണ് അതിനെ പണ്ഡിതന്മാർ ഖിയാസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ചെറിയ ചെറിയ മസ്അലകളാണ്, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്നു മാത്രം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ചർച്ച ചെയ്തു, ഒരാൾ വുദൂ ചെയ്യുമ്പോൾ അവയവങ്ങൾ
ഇടതും വലതുമായി മാറ്റി മറിച്ചുകൊണ്ട് വുദൂ ചെയ്തു. നമുക്കറിയാം, ആദ്യം നമ്മൾ വലത് കൈയാണ് കഴുകി തുടങ്ങുക. ഒരാൾ ഇടത് കൈ കൊണ്ട് തുടങ്ങി. ഇടത് കൈയാണ് ഒരാൾ ആദ്യം കഴുകിയത്. അയാളുടെ വുദൂ ശരിയാവുമോ? തർത്തീബിനെതിരാണോ? അത് ആണോ? തർത്തീബുമായി ബന്ധമുണ്ടോ? ഉണ്ടോ? ഇല്ല, അത് തർത്തീബുമായി ബന്ധമില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നതും അവിടുന്ന് കൽപ്പിച്ചിരുന്നതും എല്ലാം വലതു ഭാഗം കൊണ്ട് ആരംഭിക്കാനാണ്, തുടങ്ങാനാണ്. അപ്പോൾ അത് പിന്തുടരുക എന്നതാണ് ഏറ്റവും ഉത്തമം. വലതും ഇടതും മാറിപ്പോയി എന്നതുകൊണ്ട് വുദൂഇനെ സാരമായി ബാധിക്കുകയില്ല എന്ന് ചുരുക്കം. ഈ പറഞ്ഞ ഏതാനും ചില മസ്അലകൾ നമ്മൾ ഓർമ്മിച്ചു വെക്കുക. ഇനി കിതാബിലേക്ക് മടങ്ങി വരാം. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം വുദൂഇന്റെ ഫർളുകൾ പറഞ്ഞതിന് ശേഷം വുദൂഇന്റെ നിർബന്ധ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, വവാജിബുഹു, വുദൂഇന്റെ വാജിബിൽപ്പെട്ടതാണ്, നിർബന്ധ കാര്യത്തിൽപ്പെട്ടതാണ് അത്തസ്മിയതു മഅ ദിക്ർ, ഓർമ്മയുള്ളപ്പോൾ ബിസ്മി ചൊല്ലുക. ഓർമ്മയുള്ളപ്പോൾ ബിസ്മി ചൊല്ലുക. ഷെയ്ഖ് റഹിമഹുല്ലാ വുദൂഇന്റെ ആരംഭത്തിൽ ബിസ്മി ചൊല്ലുക എന്നത് നിർബന്ധ കാര്യമായിക്കൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഷെയ്ഖിന്റെ ഈ അഭിപ്രായം ഹംബലി മദ്ഹബിലെ അഭിപ്രായമാണ്. ഒരാൾ മറന്നുപോയി എന്ന് വിചാരിക്കുക, അയാളുടെ വുദൂ ശരിയാവുമോ? ശരിയാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് വന്നിട്ടുണ്ട്, ലാ വുദൂഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി അലൈഹി. ആരാണോ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാത്തത് അഥവാ ബിസ്മി പറയാത്തത്, അയാൾക്ക് വുദൂ ഇല്ല. ഈ ഹദീസ് പ്രകാരം ഒരാൾ ബിസ്മി ചൊല്ലിയിട്ടില്ല എന്ന് വിചാരിക്കുക വുദൂഇന്റെ തുടക്കത്തിൽ, അയാളുടെ വുദൂഇന്റെ വിധി എന്താണ്? വുദൂ ശരിയാവോ? വുദൂ ശരിയാവോ? പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നാമതായി ഈ ഹദീസിന്റെ വിഷയത്തിൽ ഇത് ദഈഫാണോ അല്ലയോ എന്നതിൽ ചർച്ചയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം പറഞ്ഞു വുദൂ ആരംഭിക്കുമ്പോൾ വുദൂഇന്റെ ആരംഭത്തിൽ ബിസ്മി ചൊല്ലൽ നിർബന്ധമില്ല. എന്നാൽ ഇത് സഹീഹാണ് എന്ന് മനസ്സിലാക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞു, അഥവാ ഹംബലി മദ്ഹബിലെ ഖൗലാണ്, അഭിപ്രായമാണ്, ഇത് നിർബന്ധമാണ്. പണ്ഡിതന്മാർ ഇതിനെ രണ്ടിനെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വുദൂഇന്റെ തുടക്കത്തിൽ ബിസ്മി പറയൽ മുസ്തഹബാണ്. ഒരാൾ മറന്നുപോയി എന്ന് വിചാരിക്കുക, അയാളുടെ വുദൂഇന് യാതൊരു കുഴപ്പവും ഇല്ല. അതുകൊണ്ടാണ് ഷെയ്ഖ് റഹിമഹുല്ലാ ഇവിടെ അത്തസ്മിയതു മഅ ദിക്ർ എന്ന് പറഞ്ഞത്. ഇനി ഒരാൾ തുടക്കത്തിൽ മറന്നുപോയി, ഇടയിൽ ഓർമ്മ വന്നാൽ ബിസ്മില്ലാ എന്ന് പറയാവുന്നതാണ്. ഒരാൾ മറന്നുപോയി, ഒരാൾ ബിസ്മി ചൊല്ലിയില്ല, എങ്കിലും വുദൂ ശരിയാവും എന്നതാണ് ശരിയായ അഭിപ്രായം. അതിന് പണ്ഡിതന്മാർ പറഞ്ഞ തെളിവ് ഒന്ന് ഈ ഹദീസിന്റെ വിഷയത്തിലുള്ള ചർച്ചകളാണ്. സഹീഹാണോ ദഈഫാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂ പഠിപ്പിക്കപ്പെട്ട ഹദീസുകളിലൊന്നും തന്നെ അവിടുന്ന് ആദ്യം ബിസ്മില്ലാ എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് മുസ്തഹബാണ്, പറയലാണ് ഉത്തമം. ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണോ? വേണ്ടതില്ല. ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം ഹംബലി മദ്ഹബ് പ്രകാരം വുദൂഇന്റെ തുടക്കത്തിൽ ബിസ്മി പറയുക എന്നത് നിർബന്ധമായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ശരിയായ അഭിപ്രായം മുസ്തഹബാണ്, പുണ്യകരമാണ്, പറയലാണ് നല്ലത് എന്ന് ചുരുക്കം. ഇനി സഹോദരങ്ങളെ, ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം വുദൂ മുറിയുന്ന കാര്യമാണ് വിശദീകരിക്കുന്നത്. അഥവാ വുദൂവുമായി ബന്ധപ്പെട്ട നാലാമത്തെ വിഷയമാണിത്. ഷർത്ത് പറഞ്ഞു, ഫർള് പറഞ്ഞു, നിർബന്ധ കാര്യം പറഞ്ഞു. ഇനി നവാഖിദുൽ വുദൂ,
ഒരു വിഷയം അതിൻ്റെ ഷർത്തും ഫർളും നിർബന്ധ കാര്യങ്ങളും പഠിക്കുന്നതോടുകൂടി അൽഹംദുലില്ലാ ആ കാര്യം ചെയ്യാൻ നമുക്ക് ആ വിജ്ഞാനം, ആ ഇൽമു മതി. ഒരു ഇബാദത്ത് ചെയ്യാൻ, കൃത്യമായി നടപ്പിലാക്കാൻ ഷർത്തും ഫർളും വാജിബും പഠിച്ചാൽ മതിയാകും. എന്നാൽ ഇത് പൊളിച്ചു കളയുന്ന കാര്യം കൂടി നമ്മൾ പഠിക്കണം. കാരണം എന്താണ്? യാദൃച്ഛികമായി വല്ല വുളൂ മുറിക്കുന്ന കാര്യങ്ങളും സംഭവിച്ചു പോയാൽ, അതിനെക്കുറിച്ച് ബോധമില്ലെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വുളൂ മുറിഞ്ഞാലും ശ്രദ്ധിക്കാതെ, വുളൂ നിസ്കാരത്തിന്റെ ഷർത്തു കൂടിയാണ്, അതിനെക്കുറിച്ച് ബോധ്യമില്ല എങ്കിൽ ഒരുപക്ഷെ വുളൂ ഇല്ലാതെ നിസ്കരിക്കും. നിസ്കാരം ശരിയാവോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു വിഷയവും നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ പരിപൂർണത കൈക്കൊള്ളണം. നമുക്കറിയാം, തൗഹീദ് പഠിക്കുമ്പോൾ തൗഹീദ്, അതിൻ്റെ വിജ്ഞാനം, അത് നമ്മൾ പഠിക്കുന്ന സന്ദർഭത്തിൽ തൗഹീദിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കണം. എന്തിനാണ്? ഏതെങ്കിലും സന്ദർഭത്തിൽ ഇത്തരം വിഷയങ്ങൾ ജീവിതത്തിൽ വരാതിരിക്കാൻ. വന്നുപോയാൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, അതിൽ നിന്ന് തിരിച്ചു മടങ്ങാൻ, രക്ഷപ്പെടാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നവാഖിദുൽ വുദു എന്നത് നമ്മൾ പഠിക്കണം, പ്രത്യേകം നമ്മൾ ഓർമ്മിച്ചു വെക്കണം. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വനവാഖിദുഹു സമാനിയത്തുൻ. വനവാഖിദുഹു, നവാഖിൽ എന്ന് പറഞ്ഞാൽ നാഖിലിന്റെ ബഹുവചനമാണ്. നഖല എന്ന് പറഞ്ഞാൽ തകരുക. നവാഖിദുഹു, വുദൂഇനെ പൊളിച്ചു കളയുന്ന കാര്യം, വുദൂഇനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങൾ എന്നാണ് നവാഖിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം. വനവാഖിദുഹു ഐ നവാഖിദുൽ വുദൂഇ, വുദൂഇനെ തകർത്ത് കളയുന്ന, പൊളിച്ചു കളയുന്ന കാര്യങ്ങൾ സമാനിയത്തുൻ. എത്ര സമാനിയത്തുൻ? 8 എണ്ണമാകുന്നു. നമ്മളീ പറയുന്ന എണ്ണങ്ങൾ ഏതാണ്ട് അടുത്തടുത്താണ്. 10, 9, 8, 6. വളരെ എളുപ്പമാണ്. വുദൂ മുറിയുന്ന കാര്യങ്ങൾ 8 എണ്ണമാകുന്നു. 1 അൽ ഖാരിജു മിനസ് സബീലൈൻ, രണ്ടാലൊരു വഴിയിലൂടെ വല്ലതും പുറത്തേക്ക് പോവുക. രണ്ടാലൊരു വഴി എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മുൻദ്വാരം, അതല്ലെങ്കിൽ പിൻദ്വാരം. രണ്ടാമത്തേത് അൽ ഖാരിജു വൽ ഖാരിജുൽ ഫാഹിഷു നജിസു മിനൽ ജസദി, രണ്ടാമത്തെ കാര്യം ശരീരത്തിൽ നിന്നും ധാരാളമായി പുറപ്പെടുന്ന നജിസായ കാര്യങ്ങൾ. 3 വസവാലുൽ അഖൽ, ബുദ്ധി നീങ്ങിപ്പോവൽ. 4 വമസ്സുൽ മർഅതി ബിശഹുവത്തിൻ, ഷഹുവത്തോടുകൂടി അഥവാ ലൈംഗിക ചിന്തയോടുകൂടി, ലൈംഗിക ആഗ്രഹത്തോടുകൂടി സ്ത്രീയെ സ്പർശിക്കൽ. 5 വമസ്സുൽ ഫർജി ബിൽ യദി ഖുബുലൻ കാന ഔ ദുബുറൻ, ഗുഹ്യസ്ഥാനം കൈകൊണ്ട് സ്പർശിക്കൽ. അത് മുൻദ്വാരമാവട്ടെ പിൻദ്വാരമാവട്ടെ, മുൻഭാഗമാകട്ടെ പിൻഭാഗമാകട്ടെ, കൈകൊണ്ട് ഗുഹ്യാവയവം സ്പർശിക്കൽ. 6 വഅക്ലു ലഹ്മിൽ ജസൂർ, ഒട്ടകത്തിന്റെ മാംസം ഭക്ഷിക്കൽ. 7 വതഗ്സീലുൽ മയ്യിത്തി, മയ്യിത്തിനെ കുളിപ്പിക്കൽ. 8 വറിദ്ദതു അനിൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്നും മുർത്തദ്ദായി പുറത്തേക്ക് കടക്കൽ. ആദന അല്ലാഹു മിൻ ദാലിക്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ 8 കാര്യങ്ങളാണ് നവാഖിദുൽ വുദു. ഇവിടെ സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ പറഞ്ഞ 8 കാര്യങ്ങൾ, അതിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചില കാര്യത്തിൽ. അഥവാ ഇതിലെ ചില കാര്യങ്ങൾ ഇജ്തിഹാദിയായ വിഷയമാണ്. ചില ഉലമാക്കൾ, പണ്ഡിതന്മാർ, മദ്ഹബിലെ ഇമാമുകൾ അവർക്ക് കിട്ടിയ തെളിവിനനുസരിച്ച് വുദൂ മുറിയുന്ന കാര്യമാണ് എന്ന് പറയും, അവർ മനസ്സിലാക്കിയ വീക്ഷണപ്രകാരം. അതേപോലെ തന്നെ വേറെ ചില പണ്ഡിതന്മാർ, അവരുടെ നിലവാരത്തിലുള്ള ഇമാമിങ്ങൾ, ഉലമാക്കൾ, അവർ മനസ്സിലാക്കിയത് പ്രകാരം, അവരുടെ വീക്ഷണപ്രകാരം വുദൂ മുറിക്കുന്ന കാര്യങ്ങളല്ല എന്നും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ദീനിൽ ഇതുപോലെ ഫിഖ്ഹിയായ ചില മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഫിഖ്ഹിയായ മസ്അലകളിൽ, വിശ്വാസ കാര്യങ്ങളിൽ അല്ല. ഫിഖ്ഹിയായ ഇതുപോലെയുള്ള കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ, കർമ്മശാസ്ത്രപരമായ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അനുവദനീയമാണ്. അത് ഓരോരുത്തർക്കും അവരുടെ വീക്ഷണപ്രകാരം, ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ
നമ്മെപ്പോലെയുള്ള ആളുകളല്ല. അള്ളാഹുവിൻ്റെ ദീനിലെ പ്രമാണങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ, ഖുർആൻ കൃത്യമായി പഠിച്ച് അതിൻ്റെ തഫ്സീർ മനസ്സിലാക്കിയ, ധാരാളക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയ, ഖുർആനിലെ മുജ്മലും മുഫസ്സലും നാസിഖും മൻസൂഖും തുടങ്ങി എല്ലാവിധ ഉസൂലുകളും അടിസ്ഥാന നിയമങ്ങളും പഠിച്ചു മനസ്സിലാക്കിയ മുജ്തഹിദുകളായ വലിയ വലിയ ഇമാമിങ്ങൾ, അവർക്കിടയിലാണ് ഈ പറഞ്ഞ രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന വിഷയങ്ങളിൽ ഒരുപക്ഷെ ഇത് വുളു മുറിക്കുന്ന കാര്യങ്ങളല്ല എന്ന അഭിപ്രായം നമ്മൾ കേൾക്കുകയാണെങ്കിൽ അതെന്തേ അയാൾ അന്ന് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കേണ്ടതില്ല. അതല്ലെങ്കിൽ ആ വിഷയത്തിൽ തർക്കിക്കേണ്ടതില്ല. മനസ്സിലായോ? ആ വിഷയത്തിൽ തർക്കിക്കേണ്ടതില്ല. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം ഹംബലി മദ്ഹബുകാരനാണ്. അതുകൊണ്ട് തന്നെ പലതും ഹംബലി മദ്ഹബിന്റെ വീക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവുക. എന്നാൽ വേറെ ചില ഉലമാക്കൾ, ഇമാമിങ്ങൾ, പണ്ഡിതന്മാർ, അവരുടെ വീക്ഷണപ്രകാരം ഇതിൽ വ്യത്യാസം നമുക്ക് കാണാം, പ്രത്യേകിച്ച് ആധുനികരായ ഇമാമിങ്ങൾ, പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ സൂചിപ്പിക്കുകയാണ്, ഇതിന് വിപരീതമായി നമ്മൾ കേൾക്കുകയാണെങ്കിൽ അത് ഇജ്തിഹാദിയായ മസ്അലയാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവാം എന്നത് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ പേരിൽ പരസ്പരം പഴിചാരാനോ ആക്ഷേപിക്കാനോ പാടുള്ളതല്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ഇത്തരം വിഷയങ്ങളിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 2 നിലപാടാണ് അവൻ എടുക്കേണ്ടത്. ഒന്ന്, ഹൃദയവിശാലത കാണിക്കണം. ഇജ്തിഹാദിയായ മസ്അലകളിൽ, ഇതുപോലെയുള്ള ഫിഖ്ഹിയായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ള അനുവദിക്കപ്പെട്ട മേഖലകളിൽ ഹൃദയവിശാലതയുണ്ടാവണം. അതിൻ്റെ പേരിൽ പരസ്പരം ആക്ഷേപിക്കാനോ അഹ്ലുസുന്നത്ത് നിന്ന് പുറത്താക്കാനോ ബിദ്അത്തുകാരനാക്കാനോ കബായിർ ചെയ്ത ആളാക്കാനോ ഒന്നും പാടുള്ളതല്ല. രണ്ടാമത്തെ കാര്യം, അഭിപ്രായ വ്യത്യാസമുണ്ട്, ശരി. പക്ഷേ അതിൽ ശരി ഏത് എന്ന് പഠിക്കണം, മനസ്സിലാക്കണം, അതനുസരിച്ച് അമൽ ചെയ്യണം. ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ എടുക്കേണ്ട നിലപാട്. വലിയ വലിയ കിബാറുകൾക്കിടയിൽ, വലിയ വലിയ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. ഫിഖ്ഹിയായ മസ്അലയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അഖീദ വിഷയത്തിലല്ല, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ പാടുണ്ടോ, ഇസ്തിഗാഥ ചെയ്യാൻ പാടുണ്ടോ എന്ന വിഷയത്തിലല്ല. അതിൽ ഈ പറഞ്ഞ ഒരു ഉലമാക്കൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. വിശ്വാസകാര്യങ്ങളിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, 100-ലധികം തഫ്സീറുകൾ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, സഹാബികൾക്കിടയിൽ അഖദിയായ അഖീദ വിശ്വാസകാര്യങ്ങളിൽ ഒരൊറ്റ അഭിപ്രായ വ്യത്യാസവും ഇല്ല. മനസ്സിലായോ? വിശ്വാസകാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അനുവദിക്കപ്പെടുന്നതുമല്ല, അങ്ങനെ സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുമില്ല. എന്നാൽ ഫിഖ്ഹിയായ മസ്അലകളിൽ പൊതുവെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഹൃദയവിശാലത കാണിക്കണം. രണ്ടാമത്തത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യണം. ഇജ്തിഹാദ് ചെയ്ത ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെറ്റുപറ്റിയാൽ അവർക്കൊരു പ്രതിഫലം കിട്ടും, ശരി പറ്റിയാൽ 2 പ്രതിഫലം കിട്ടും. ഇതിൻ്റെ പേരിൽ അറിവില്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഒരുപക്ഷെ നമ്മൾ കുറ്റക്കാരാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം 8 കാര്യങ്ങളാണ് നവാഖിദുൽ വുദു ആയി പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് അൽ ഖാരിജു മിനസ് സബീലൈൻ, രണ്ടാലൊരു വഴിയിലൂടെ വല്ലതും പുറത്തേക്ക് പോവുക. നേരത്തെ പറഞ്ഞു, രണ്ടാലൊരു വഴി എന്ന് പറഞ്ഞാൽ, മാർഗം എന്ന് പറഞ്ഞാൽ മുൻഭാഗവും പിൻഭാഗവും, മുൻദ്വാരവും പിൻദ്വാരവും. അതിൽപ്പെട്ടതാണ് അൽ ബൗൽ, മൂത്രം, വൽ ഗായിത്ത്, മലം, വരീഹ്, കീഴ്വായു, വൽ മദി, മദി, വൽ വദി, വദി, വൽ മനി, മനി. അത് 3 അറബി പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. വദ്ദമു, രക്തം. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാലൊരു വഴിയിലൂടെ പുറത്തേക്ക് കടക്കുന്ന കാര്യങ്ങൾ. ഈ പറഞ്ഞതിൽ ഏത് പുറത്തേക്ക് പോയാലും ഒരാളുടെ വുദൂ മുറിയും. അതിൽ ഒരാൾക്ക് മനി ഉറപ്പെട്ടാൽ അയാളുടെ വുദൂ മുറിയും, അയാൾ വലിയ ശുദ്ധിക്കാരനാവുകയും ചെയ്യും. അപ്പോൾ അയാൾ എന്തു വേണം? കുളിക്കുകയും വേണം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും പുറത്തേക്ക് പോയാൽ വുദൂ മുറിയും എന്ന് ചുരുക്കം. അൽ ബൗലു വൽ ഗായിതു വർ റീഹു, ഇത് 3 നമുക്കറിയാവുന്ന കാര്യമാണ്.
ബൗലും ഗായിത്തും റീഹും, മലം മൂത്രം റീഹ് കീഴ്വായു. നാലാമത്തേത് അൽമദി. അൽമദി എന്ന് പറഞ്ഞാൽ അൽമദിയു എന്നും വായിക്കാം, അൽമദിയു എന്നും വായിക്കാം. ദാലിന് കെസ്ർ കൊടുത്തും വായിക്കാം, സുക്കൂൻ കൊടുത്തും വായിക്കാം. ലൈംഗിക ചിന്തകൾ ഉണ്ടായാൽ, ഒരാളുടെ മനസ്സിൽ ലൈംഗിക ചിന്തകൾ ഉണ്ടായാൽ, അതുപോലെയുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ കടന്നു വന്നാലാണ് മദി പുറപ്പെടുക. നേർത്ത മുൻദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുന്ന ഒരു ദ്രാവകമാണ് അൽ മദിയു. അഞ്ചാമത്തേത് അൽ വദിയു. അൽ വദി എന്ന് പറഞ്ഞാൽ ഇതുപോലെ നേർത്ത ഒരു ദ്രാവകമാണ്, വെളുത്ത കളറിനോട് സാദൃശ്യമുള്ള ഒരു ദ്രാവകമാണത്. അത് മുൻദ്വാരത്തിലൂടെയാണ് പുറത്തേക്ക് കടക്കുക. അത് പണ്ഡിതന്മാർ പറഞ്ഞു മിക്ക സമയത്തും പുറത്തേക്ക് പോവുക മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ഒക്കെയാണ് ഈ പറഞ്ഞ കാര്യം പുറത്തേക്ക് പോവുക. അത് വുളു മുറിക്കുന്ന കാര്യമാണ്. അതുപോലെ അൽമനിയു, മനിയു നമുക്കറിയാം ഇന്ദ്രിയം, അതുണ്ടായാൽ വുളു മുറിയും, വലിയ അശുദ്ധിക്കാരനാവുകയും ചെയ്യും. അപ്പോൾ കുളിക്കുകയും വേണം. ഏഴാമത്തേത് അദ്ദമു, രക്തം, ഹൈദ് രക്തം അഥവാ ആർത്തവ രക്തം. അതുപോലെ ഇസ്തിഹാദത്തിന്റെ രക്തം, ആർത്തവ രക്തത്തിന് പുറമെ ചില സ്ത്രീകൾക്ക് നിരന്തരമായി പോവാറുള്ള രക്തമാണ് ഇസ്തിഹാദത്തിന്റെ രക്തം. ഇത് പുറപ്പെട്ടാൽ, വന്നാൽ, ഹൈലാണെങ്കിൽ അതിൻ്റെ സമയം കഴിഞ്ഞാൽ കുളിച്ച് ശുദ്ധിയാവണം. ഇസ്തിഹാദത്തിന്റെ രക്തമാണെങ്കിൽ വൃത്തിയാക്കി വുദൂ ചെയ്താൽ ശുദ്ധിയാവും, നിസ്കരിക്കാം, നോമ്പെടുക്കാം, ഒക്കെ ചെയ്യാം. ഇങ്ങനെ ഏതെങ്കിലും പുറത്തേക്ക് പോയാൽ സഹോദരങ്ങളെ ഒരാളുടെ വുദൂ മുറിയും. ഇതാണ് ഒന്നാമത്തെ നാഖിദ്. വുദൂ മുറിയുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? അൽ ഖാരിജു മിനസ് സബീലൈൻ, രണ്ടാലൊരു മാർഗത്തിലൂടെ, വഴിയിലൂടെ വല്ലതും പുറത്തേക്ക് പോവുക. പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അൽ ബൗലു വൽ ഗായിതു വർ-റീഹു അൽ മദിയു വൽ വദിയു വൽ മനിയു വദ്ദമു. 7ഓളം കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. രണ്ടാമതായി ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വൽ ഖാരിജുൽ ഫാഹിഷുൻ നജിസു മിനൽ ജസദി, ശരീരത്തിൽ നിന്നും ധാരാളമായി അധികമായി പുറത്തേക്ക് കടക്കുന്ന നജിസ്. സഹോദരങ്ങളെ, ശൈഖ് റഹിമഹുല്ലാ രണ്ടാമത്തെ നാഖിലായി പറഞ്ഞു, വൽ ഖാരിജുൽ ഫാഹിഷുൻ നജിസു മിനൽ ജസദി, ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന നജിസ്. അത് ശൈഖ് ഇവിടെ ഒരു നിബന്ധന പറഞ്ഞു, അൽ ഫാഹിഷു അഥവാ ധാരാളമായി പുറത്തേക്ക് പോവുക. ആദ്യം നമ്മൾ പറഞ്ഞെന്താണ്? ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നതാണ്, പക്ഷേ രണ്ടാലൊരു വഴിയിലൂടെ പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളാണ്. അതീ പറഞ്ഞ ഏത് സംഗതി പുറത്തേക്ക് പോയാലും വുളൂ മുറിയും. എന്നാൽ രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാലൊരു വഴിയിലൂടെയല്ല, രണ്ടാലൊരു വഴിയിലൂടെയല്ലാതെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന അധികരിച്ച നജിസ്. രണ്ട് നിബന്ധനകളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന നജിസ് ആയിരിക്കണം. രണ്ടാമത്തേത്, അത് ധാരാളമായിരിക്കണം. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ഉമിനീര്, കണ്ണുനീര്, വിയർപ്പ്, ഇതൊന്നും എന്തല്ല, എത്ര അധികം പോയാലും നജിസല്ല. അതുകൊണ്ട് ഒരാളുടെ വുളൂ മുറിയുകയില്ല. എന്നാൽ രക്തം ധാരാളമായി പോയാൽ ഒരാളുടെ വുളൂ മുറിയും. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞു, ചലം, അതുപോലെയുള്ള കാര്യങ്ങൾ, ഒരു മുറിവിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരുപക്ഷെ രക്തമായിരിക്കാം, അതല്ലെങ്കിൽ ചലമായിരിക്കാം. അത് ഒരുപാട് പോയാൽ വുളൂ മടക്കലാണ് ഉത്തമം. വുളൂ മുറിയും എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതുപോലെ തന്നെ അൽ ഖൈഉ, ഛർദി, ഒരാൾ ഛർദിച്ചു,
വുളൂ മുറിയും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അത് ഒരു നിബന്ധന പ്രത്യേകം പറഞ്ഞു. എന്താണത്? ധാരാളമായിരിക്കണം. എന്താണ് ധാരാളമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ധാരാളം എന്നതിൻ്റെ പരിധി? പണ്ഡിതന്മാർ പറഞ്ഞു, പൊതുവെ ആളുകളുടെ കണ്ണിൽ ധാരാളമായി കുറേ എന്ന് പറയപ്പെടുന്ന ഒരു അളവാണ് ഇവിടെ ഉദ്ദേശം. അതല്ലെങ്കിൽ രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തത്തിന് തോന്നും ഒരുപാട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അതിൽ പ്രത്യേകം ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഛർദിയാണെങ്കിൽ വായ നിറയെ ഉണ്ടാവുക. ഒരാളുടെ വായ നിറയെ ഛർദി പുറത്തേക്ക് വരികയാണെങ്കിൽ അയാൾ എന്തു വേണം? വുളൂ മടക്കണം. അതുപോലെ തന്നെ ഒരുപാട് രക്തം ഒലിച്ചു എങ്കിൽ അയാളുടെ വുളൂ മുറിയും. അതുപോലെ ചലം ഒരൽപ്പം അധികം, ചലം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ അറിയാം, ഒരുപാട് എന്ന് പറയണമെങ്കിൽ ഒരുപാടൊന്നും പുറത്തേക്ക് ഒഴുകേണ്ടതില്ല. പൊതുവെ ആളുകൾ ധാരാളമെന്ന് കണക്കാക്കപ്പെടുന്ന ഒരളവ്. അതല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും കുറേ പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന് തോന്നിയാൽ വുളൂ മടക്കുക. ഇതാണ് അൽ ഖാരിജു അൽ ഫാഹിഷു നജിസു മിനൽ ജസദ്, ശരീരത്തിൽ നിന്നും ധാരാളമായി പുറത്തേക്ക് കടക്കുന്ന നജിസ്. രണ്ട് നിബന്ധനകളാണ്. ഒന്ന് നജിസായിരിക്കണം, രണ്ട് ധാരാളം ഉണ്ടായിരിക്കണം. ധാരാളം എന്നത് ഈ രൂപത്തിലാണ് പരിഗണിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ മൂക്കിൽ നിന്നും ചിലപ്പോൾ ചില ആളുകളുടെ ഒരൽപ്പം രക്തം ഉറ്റും. വുളൂ മടക്കേണ്ടതുണ്ടോ? നിസ്കാരം ഒഴിവാക്കി പോവേണ്ടതുണ്ടോ? ഇല്ല, വുളൂ മുറിയുകയില്ല. അതല്ലെങ്കിൽ ഒരൽപ്പം ചലം പുറത്തേക്ക് വന്നു, അതല്ലെങ്കിൽ ഒരൽപ്പം ഛർദി പുറത്തേക്ക് തൊണ്ടയിലേക്ക് വന്നു, അല്ലെങ്കിൽ വായിലേക്ക് വന്നു കുറച്ച്, എങ്കിൽ വുളൂ മുറിയുകയില്ല എന്ന് ചുരുക്കം. മനസ്സിലായോ? ധാരാളം വേണം, കുറേ വേണം. അതിന് ഛർദിയുടെ പരിധി പറഞ്ഞാണ് വായ നിറച്ചും വേണം. ഒരാളുടെ വായ നിറയെ ഛർദി വന്നാൽ അയാൾ വുളൂ മടക്കണം. ഒന്നോ രണ്ടോ തുള്ളി, അതല്ലെങ്കിൽ ഒരു അല്പം, ഇതൊന്നും നജിസായി പരിഗണിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ചിലപ്പോൾ നിസ്കാരത്തിൽ ഒരൽപ്പം അവിടുന്ന് പൊട്ട് ഒക്കെ ഉണ്ടെങ്കിൽ വുളൂ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിസ്കരിക്കുമ്പോഴായിരിക്കും ഇത് ശ്രദ്ധയിൽപ്പെടുക. അപ്പോൾ അത് കുറച്ചാണെങ്കിൽ എന്തെങ്കിലും എടുത്ത് വൃത്തിയാക്കുക എന്ന് മാത്രം. അത് നിലത്തവിടെ ഇറ്റി പ്രയാസം ഉണ്ടാവേണ്ടതില്ല എന്നത് പരിഗണിച്ചുകൊണ്ട് അങ്ങനെ വൃത്തിയാക്കുക, നിസ്കാരം തുടരുക, നിർത്തി പോവേണ്ടതില്ല എന്ന് ചുരുക്കം. അതല്ലെങ്കിൽ വുളൂ മുറിയുകയില്ല എന്ന് ചുരുക്കം. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, രോഗം കാരണത്താൽ ചില രോഗികൾ അവരുടെ മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ അല്ലാതെ ശരീരത്തിലെ മറ്റു സ്ഥലങ്ങളിലൂടെ മൂത്രവും കാഷ്ടവും ഇതുപോലെയുള്ള കാര്യങ്ങളും ഒരുപക്ഷെ പുറത്തേക്ക് ഒഴിവാക്കുന്ന ഒരു രീതി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അത് നജിസിൽ പെടുമോ? അത്തരം ആളുകളുടെ വുളൂ മുറിയുമോ? മുറിയോ? ഒരാളുടെ മൂത്രം പുറത്തേക്ക് പോയി, പക്ഷേ മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ അല്ല, വേറെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് കൂടി ആണ് പുറത്തേക്ക് കളയുന്നത് എന്ന് വിചാരിക്കുക. അള്ളാഹു അത്തരം പ്രയാസങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്താണ് അത്തരം ആളുകളുടെ വുളൂവിൻ്റെ വിധി? വുളൂ മുറിയുമോ? ഇല്ല. വുളൂ മുറിയോ? മൂത്രമാണ് പുറത്തേക്ക് പോകുന്നത്, അതല്ലെങ്കിൽ മലം, ഇങ്ങനെ ഏതെങ്കിലും എന്ന് വിചാരിക്കുക. വുളൂ മുറിയും? ഇല്ല. എന്താണ് മുറിയെന്ന് പറഞ്ഞത്? അസ്ലൻ അത് നജിസാണ്. മുറിയില എന്തുകൊണ്ടാ പറഞ്ഞ്? രണ്ടു കൂട്ടർക്കും രണ്ടു കൂട്ടരുടെ തെളിവുണ്ട്. എന്നാൽ ശരിയായ അഭിപ്രായ പ്രകാരം വുളൂ മുറിയും. കാരണം ഇത് അസ്ലൻ നജിസാണ്. അത് ഏത് വഴിയിലൂടെ പുറത്തേക്ക് പോയാലും നജിസ് പുറത്തേക്ക് പോയതായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത
أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.